നമസ്കാരം. ഫണ്ട് 360യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വളരെ ലളിതമാണ് കാര്യങ്ങൾ. 20% മീതെ ആരെങ്കിലും മോഹന വാഗ്ദാനവുമായി നിങ്ങളുടെ അടുത്ത് സമീപിക്കുന്നുണ്ട് എങ്കിൽ, നിക്ഷേപങ്ങൾക്ക് റിട്ടേൺസ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഉടനെ ആട്ടി ഇറക്കി വിട്ടേക്കുക. വളരെ ലളിതമാണ് കാര്യം. 20% എന്ന് ഞാൻ പറഞ്ഞത് ഏറ്റവും ഹയർ സൈഡിലാണ്. അതുപോലും വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20% നിങ്ങൾക്ക് ലാഭവിഹിതം നൽകണമെങ്കിൽ അങ്ങനെ ഒരാൾ എന്തിന് നിങ്ങളുടെ അടുത്ത് നിന്നും പണം പിരിക്കേണ്ട ആവശ്യമുണ്ട്? ഇതിനേക്കാളും വളരെ ചുരുങ്ങിയ നിലയിൽ നല്ലൊരു ബിസിനസ്സിന് വേണ്ടി ഫിനാൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വളരെയധികം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ എന്തിനിവർ അധിക പലിശയ്ക്ക് അധിക റിട്ടേൺസ് ഓഫർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് പണം വാങ്ങുന്നു? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പണങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ് ഒക്കെ ആയിട്ട് വരുന്നു എങ്കിൽ നിങ്ങൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ച് മാത്രം കൊടുക്കുക. ഒന്ന്, നിങ്ങൾ ആ പണം കൊടുക്കുന്നത് ഒരു ചാരിറ്റി ആയിട്ട് നിങ്ങൾ കൊടുത്ത് അവസാനിപ്പിച്ചേക്കുക. അതായത് ആ പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നത് മനസ്സിൽ ആലോചിച്ചിട്ട് കൊടുക്കുക. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പണം കടം കൊടുക്കുന്നുണ്ടെങ്കിലും ഇതേ കാര്യം തന്നെ ചെയ്യുക. തിരിച്ചു കിട്ടില്ല എന്ന് കരുതി കൊടുക്കുക. അഥവാ തിരിച്ചു കിട്ടാതിരുന്നാൽ പോലും നിങ്ങളെ ബാധിക്കാത്ത ഒരു തുക മാത്രം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പോപ്പുലർ ഫിനാൻസ് ഒക്കെ പൊളിഞ്ഞു പോയപ്പോൾ പലരും അലമുറയിട്ട് കരയുന്നത് കേട്ടു. എൻ്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി വെച്ച പൈസയാണ്, ആ പണത്തിന് കുറച്ചധികം റിട്ടേൺസ് കിട്ടുമെന്നല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ, പണം കടം കൊടുക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആ ഒരു വാങ്ങിക്കുന്ന ആളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുക. ആരാണ് ഇതിന്റെ പിന്നിൽ? അവർക്ക് എന്ത് കോമ്പിറ്റൻസിയാണ് ഈ ബിസിനസ് നടത്താൻ ഉള്ളത്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? നിങ്ങളെക്കാൾ ചുരുങ്ങിയ സ്റ്റോക്ക് മാർക്കറ്റ് നോളജ് ഉള്ളവരായിരിക്കാം ചിലപ്പോൾ ഇക്കാര്യം പറഞ്ഞ് നിങ്ങളെ സമീപിക്കുന്നത്. പക്ഷെ അവരുടെ വാക്ചാരുതിയുടെ മുകളിൽ നിങ്ങൾ ചിലപ്പോൾ പണം മുടക്കും, പണവും കൊണ്ട് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം എത്രക്കാരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പെടുന്നവർ പ്രധാനമായി എന്നുള്ളത്. ഒന്ന്, വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ. കാരണം അവർ അവരുടെ ഭർത്താവിന്റെയോ മക്കളുടെയോ മുമ്പിൽ കൈനീട്ടണ്ട എന്ന കാരണം കൊണ്ട് ഒറ്റത്തവണ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ സ്വന്തമായിട്ട് സ്വന്തം കാലിൽ ജീവിക്കാം എന്നുള്ള അവരുടെ ആഗ്രഹം കൊണ്ട് കുറ്റം പറയാൻ കഴിയില്ല അവരെ. പക്ഷേ ഈ ഒരു ബലഹീനത മുതലെടുക്കാൻ വേണ്ടി ഒട്ടനേകം ഇൻവെസ്റ്റ്മെന്റ് തട്ടിപ്പുകാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത്, ഇവരുടെ ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് കോളേജ് കുട്ടികളാണ്. അവർക്കൊരു പോക്കറ്റ് മണി ലഭിച്ചാൽ നല്ലതെന്ന രീതിയിൽ നിൽക്കും. അവർ അച്ഛനും അമ്മേനും ഒക്കെ ക്യാൻവാസ് ചെയ്തിട്ട് പണമിടും. മറ്റൊന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വലിയ കടബാധ്യതയല്ല, കുറച്ച് കടബാധ്യത ഉള്ളവരും അതേസമയം തന്നെ അവർക്ക് വീണ്ടും കടം വാങ്ങാൻ സാധ്യതയും ഒക്കെ ഉള്ളവരാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞു ഫലിപ്പിക്കുന്നത്, നിങ്ങൾ ഈ കടത്തിൽ എന്ത് ജീവിക്കേണ്ട ആവശ്യമുണ്ട്? ഇതിൻ്റെ അകത്ത് നിങ്ങൾ വരൂ, അടുത്ത 1-2 വർഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അംബാനിയാകാം, അദാനിയാകാം എന്നാണ് പറയുന്നത്. നാലാമത്തെ കൂട്ടരാണ് പെൻഷൻ പറ്റിയവർ. പെൻഷൻ പറ്റിയവരുടെ കയ്യിൽ സാധാരണ രീതിയിൽ കുറച്ച് പണം ഉണ്ടാവും. അവരവരുടെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിലേക്ക് കരുതി വെച്ചിരിക്കുന്നവരാകാം. അവരെ ചെന്നിട്ട് കണ്ടിട്ട് ഇത്തരത്തിലുള്ള മണി ചെയിൻ പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി, തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണെങ്കിലും ശരി, ഇവർ ചെന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാണ് 10-40 ലക്ഷം രൂപ ബാങ്കിലിട്ടിട്ട് 7-8% പലിശയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്? അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നും നാളെയും തകർന്നു പോകും. നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കൂ, നിങ്ങൾക്ക് 50%, 80%, 100% റിട്ടേൺസ് ലഭിക്കും. ആ പണം എടുത്ത് നിങ്ങൾ ബാങ്കോക്കിലോ സിംഗപ്പൂരോ ഫ്ലോറിഡയിലോ ഒക്കെ ടൂർ നടത്തിക്കൊള്ളൂ. പോരാത്തതിന് FD ഇടുന്നതിന്റെ ഇൻഫ്ലേഷന്റെ റിസ്കുകളൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതോട് കൂടിയിട്ട് അവരെയും കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളാണോ നിങ്ങളെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ തട്ടിപ്പുകാരുടെയും ഒരു ഇരയാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ഇതിനെക്കുറിച്ച് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. മറ്റൊരു തെറ്റിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.